അതായത് ഇനി ഏറ്റവും കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെടുന്ന ഒരു പാട്ട് ഏതായിരിക്കും എന്നറിയോ റോഷ്നി? ഏതാ അത്? അൽഹംദുലില്ലാ. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ കഥകളി സംഗീതത്തിലെ പരീക്ഷണങ്ങളും കഥകളി സംഗീതത്തിൽ ടച്ചുള്ള പാട്ടുകളിൽ മാത്രമല്ല കേട്ടോ സുദീപ് പ്രഗൽഭൻ സൂഫി ടച്ചുള്ള പാട്ടും കഴിവ് തെളിയിച്ചിട്ടുണ്ട്. നമുക്ക് അൽഹംദുലില്ലാ കേൾക്കാം. അൽഹംദുലില്ലാ ഓതുന്നു പ്രാണൻ, ഈ ജന്മസൂനം നീ തന്ന ദാനം. മണ്ണോടു മണ്ണായി ചേരും വരെ നിൻ സംഗീതമേ ഞാൻ. ധൂമങ്ങളായേ പാറുന്നിതാ ഞാൻ, ഉന്മാദമേ നീ. നൂറുല്ലാ 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 നൂറുല്ലാ. തൊണ്ട തുറക്കില്ല. രാവിലെ ശരിക്കും പാട്ടുകാർക്ക് ഇത്തിരി കഷ്ടമാണല്ലേ, സാധകമൊക്കെ ചെയ്തിരിക്കേണ്ട സമയമാണല്ലേ, ഉറങ്ങേണ്ട സമയമാണ്. അതായത് ഇന്നലെ പുലർച്ചെ 3 മണി വരെ റെക്കോർഡിംഗ് ആയിരുന്നു എന്ന് പറഞ്ഞു അല്ലേ? പാട്ടുകാരുടെ ഒരു ജീവിതം എങ്ങനെയായിരിക്കും അല്ലേ? രാത്രി ഷോകള്, പാട്ടിൽ തന്നെ വർക്ക് ചെയ്യുന്ന സമയം രാത്രിയാണ്. നമുക്ക് സമയം അങ്ങനെ നിശ്ചിതമായിട്ട് സമയമില്ല. ചില ദിവസം ചിലപ്പോൾ രാത്രി ഉറങ്ങാൻ പറ്റും, ചില ദിവസം രാവിലെയാണ് ഉറങ്ങാൻ പറ്റും. എന്തായാലും എഞ്ചിനീയർ കൂടിയാണല്ലേ, ആ മേഖലയിൽ എങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടോ? ആ മേഖലയിൽ വർക്ക് ചെയ്തിരുന്നു ആദ്യം. ഇപ്പൊ പൂർണ്ണമായിട്ട് മ്യൂസിക്കിലാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്ന പാട്ടുകളുടെ സൗണ്ട് ഡിപ്പാർട്ട്മെന്റും കൈകാര്യം ചെയ്യാറുണ്ട്.